Sixth semester BSc Mathematics model question paper in complex analysis, section B. Section B 16 മുതൽ 23 വരെ 8 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതമാണ്. മാക്സിമം സീലിംഗ് 35 മാർക്സ് ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if f of z equal to u of xy plus iv of xy is analytic in a domain D and f dash of z equal to 0 in D, prove that f of z is a constant throughout D. That is, here we have an f of z, that is some u plus iv. u and v are functions of x. f dash of z derivative 0 ആണെന്ന് തന്നിട്ടുണ്ട്. f of z u plus iv ആണെങ്കിൽ f dash of z കാണാനുള്ള ഇക്വേഷൻ ux plus ivx ആണ്. ഇതിനെ തന്നെ മറ്റൊരു രീതിയിൽ അനാലിറ്റിക് ആയതുകൊണ്ട് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ux ഈക്വൽ ടു vy ആൻഡ് uy ഈക്വൽ ടു മൈനസ് vx. ഇതുപയോഗിച്ച് യുഎക്സിന് vy എന്നും അതുപോലെ vxന് മൈനസ് uy എന്നും എഴുതാം. ഇങ്ങനെയും ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻസ് എഴുതാം. So f dash of z equal to 0 implies ux plus I vx equal to 0. That is, ഒരു കോംപ്ലക്സ് നമ്പർ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയൽ പാർട്ട് 0 ആണ്, ഇമാജിനറി പാർട്ടും 0 ആണ്. ux equal to 0 ആൻഡ് vx equal to 0 എന്ന് കിട്ടും. ദെൻ യുഎക്സും വിവൈയും ഈക്വൽ ആണ് ബൈ കോഷി റീമാൻ ഇക്വേഷൻ. അതുകൊണ്ട് തന്നെ vy ഈക്വൽ ടു 0, അതുപോലെ vx 0 ആയതുകൊണ്ട് മൈനസ് ui 0 ആണ്. That is, uy 0 ആണ്. So we get ux equal to 0, vx equal to 0, uy equal to 0, vy equal to 0. ഇതിലെ യുവിൻ്റെ കേസ് യുഎക്സും യുവൈയും 0 ആണ്. അതായത് യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താലും വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്താലും 0 ആണ്. യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. എക്സും വൈയും മാത്രമുള്ള ഒരു ഫംഗ്ഷനിൽ എക്സിൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവും വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവും 0 ആണ്. മീൻസ് ആ ഫംഗ്ഷനിൽ എക്സും വൈയും പ്രസൻ്റ് അല്ല എന്നാണ്. ദാറ്റ് മീൻസ് യു ഓഫ് എക്സ് വൈ ഇസ് എ കോൺസ്റ്റൻറ്റ്. Also, similarly, vxും vyയും 0 ആണ്. So, v of xy is also a constant. Therefore, the sum u plus iv is also a constant. That is, f of z is a constant എന്ന് കിട്ടും. That is the 16th question. Then next we have 17th one. Find all complex solutions of e raised to w equal to 1 plus i. e raised to w equal to 1 plus i ആകുന്ന എല്ലാ കോംപ്ലക്സ് നമ്പർ ഡബ്ല്യുവും നമുക്ക് കണ്ടുപിടിക്കണം. സോ നമ്മൾ ഡബ്ല്യുവിന് എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുത്തു. ദെൻ വി ഹാവ് ടു ഫൈൻഡ് എക്സ് ആൻഡ് വൈ. എക്സും വൈയും സോൾവ് ചെയ്യണം. അപ്പോൾ ഇത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ എക്സും വൈയും സോൾവ് ചെയ്യാൻ മോഡുലസും ആർഗ്യുമെൻറ്റും ആണ് ഉപയോഗിക്കുന്നത്. മോഡുലസ് ഓഫ് ഇ റൈസ് ടു ഡബ്ല്യു എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് ആണ്. ഡബ്ല്യു ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ മോഡുലസ് ഓഫ് ഇ റൈസ് ടു ഡബ്ല്യു ഇ റൈസ് ടു എക്സും, അതുപോലെ ആർഗ്യുമെൻ്റ് ഓഫ് ഇ റൈസ് ടു ഡബ്ല്യു പ്ലസ് ഓർ മൈനസ് 2n പൈ എന്ന് പറയുന്നത് y ആണ്. വേർ n ബിലോങ്സ് ടു z, n is a integer. സോ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ w സോൾവ് ചെയ്യുന്നത്. ആദ്യത്തിൽ നിന്ന് മോഡുലസിൽ നിന്ന് x സോൾവ് ചെയ്യാം, ആർഗ്യുമെൻ്റ് ഉപയോഗിച്ച് y സോൾവ് ചെയ്യാം. So we consider modulus of e raised to w, that's equal to e raised to x. e raised to w എന്ന് പറഞ്ഞാൽ 1 plus i ആണ് തന്നിട്ടുണ്ട്. That is, modulus of 1 plus i equal to e raised to x. Modulus of 1 plus i എന്ന് പറഞ്ഞാൽ root of 1 square plus 1 square root 2. root 2 equal to e raised to x. അതിൽ നിന്നും x equal to log root 2 എന്ന് കിട്ടും. log of root 2. Then we have y equal to argument of e raised to w plus or minus 2n pi, where n belongs to z. That is, y equal to argument of e raised to w means 1 plus I plus or minus 2n pi. That is, argument of 1 plus I means x equal to 1, y equal to 1 ആണ്. x and y are positive. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് ഇക്വേഷൻ tan inverse y by x, that is 1 by 1 ആണ്, plus or minus 2n pi. That's equal to tan inverse 1 means that is pi by 4 plus or minus 2n pi. So x ഉം y ഉം സോൾവ് ചെയ്ത് കഴിഞ്ഞു.
then we can write w equal to x plus iy, that's equal to log root 2 plus I into pi by 4 plus or minus 2n pi where n belongs to z. വേണമെങ്കിൽ log root 2ന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് കാണാവുന്നതാണ്. So that is 17th question. Then next we have 18th one. Find all solutions to the equation sin z equal to 5. Sin z equal to 5 ആകുന്ന എല്ലാ z വാല്യൂസും കാണണം. ഇവിടെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ z കാണാൻ നമുക്കറിയാം എക്സ് പ്ലസ് ഐ വൈ ആണ്. സോ എക്സും വൈയും ആണ് നമുക്ക് കാണേണ്ടത്. അത് സോൾവ് ചെയ്യാൻ സൈൻ സെഡിൻ്റെ ഇക്വേഷൻ എക്സ്പോണൻഷ്യൽ ഫോമിലുള്ള റെപ്രസെൻറ്റേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് കോസും എല്ലാം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ സൈൻ സെഡ് നമുക്കറിയാം ഇ റൈസ് ടു ഐ സെഡ് മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ സെഡ് ബൈ 2i ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 5 എന്ന് തന്നിട്ടുണ്ട്. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇ റൈസ് ടു ഐ സെഡ് ഇ റൈസ് ടു മൈനസ് ഐ സെഡ് ഈക്വൽ ടു 10i എന്ന് കിട്ടും. ദെൻ ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ ഇ റൈസ് ടു ഐ സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇ റൈസ് ടു ഐ സെഡ് ഹോൾ സ്ക്വയർ മൈനസ് ഇ റൈസ് ടു ഐ സെഡ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ സെഡ് ഈക്വൽ ടു 10i ഇ റൈസ് ടു ഐ സെഡ്. സോ ഇ റൈസ് ടു ഐ സെഡ് ഹോൾ സ്ക്വയർ മൈനസ് 1 ഈ മൈനസ് 10നെ കൊണ്ട് പോകുമ്പോൾ മൈനസ് 10i ഇ റൈസ് ടു ഐ സെഡ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. So this is a quadratic equation in e raised to iz. So e raised to iz solve ചെയ്യാൻ we have e raised to iz equal to minus b means 10i plus or minus root of 10i square minus 100 plus minus 4ac, that's equal to plus 4 divided by 2. That's by solving this we get 10i plus or minus root of minus 96 ആണ്. സോ ഐ റൂട്ട് 96 എന്ന് കിട്ടും ഡിവൈഡ് ബൈ 2. ഐ റൂട്ട് 96നെ നമുക്ക് 10i പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു റൂട്ട് 96നെ 4 റൂട്ട് 6 എന്ന് എഴുതാം ഡിവൈഡ് ബൈ 2, ദാറ്റ്സ് ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് 2 റൂട്ട് 6 ഐ കോമൺ ആയിട്ടുണ്ടാവും ഐ 5 plus or minus 2 root 6i എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇ റൈസ് ടു ഐ സെഡ് ആണ്. ദെൻ നമുക്ക് z ആണ് വേണ്ടത്. സൈൻ z ഈക്വൽ ടു 5 ആവുന്ന zകളാണ് സോൾവ് ചെയ്യേണ്ടത്. സോ ഐ സെഡ് ഈക്വൽ ടു ലോഗ് എടുക്കുക രണ്ട് സൈഡിലും. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഐ സെഡ് എന്ന് കിട്ടും ലോഗ് ഓഫ് 5 പ്ലസ് ഓർ മൈനസ് 2 റൂട്ട് 6i എന്ന് കിട്ടും. ദെൻ z ഈക്വൽ ടു 1/i എന്ന് കിട്ടും. അതിനു മുമ്പ് നമുക്ക് ഈ ലോഗ് ഒന്ന് സോൾവ് ചെയ്യാം. ലോഗിന് ഇക്വേഷൻ നമുക്കറിയാം ലോഗ് z എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് z, ലോഗ് z ഈക്വൽ ടു ലോഗ് മോഡ് z പ്ലസ് i ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് z പ്ലസ് 2n/, ആണ്. പ്രിൻസിപ്പൽ വാല്യൂ അല്ല, സ്മാൾ ലോഗ് ആണ്. സോ വി ഗെറ്റ് ഐ സെഡ് ഈക്വൽ ടു ലോഗ് മോഡുലസ് ഓഫ് 5 പ്ലസ് ഓർ മൈനസ് 2 root 6i plus I into argument of 5 plus or minus 2 root 6i plus 2n/, where n belongs to z. That's equal to log, ഇതൊരു പ്യൂർലി ഇമാജിനറി നമ്പർ ആണ്. അതുപോലെ ലോഗ് എടുക്കുമ്പോൾ മോഡുലസ് എടുക്കുമ്പോൾ മോഡ് ഐ എന്ന് പറഞ്ഞാൽ 1, ദെൻ 5 പ്ലസ് 2 root 6 പോസിറ്റീവ് നമ്പർ ആണ്. അതുപോലെ 5 മൈനസ് 2 root 6 is also a പോസിറ്റീവ് നമ്പർ. സോ മോഡുലസ് എടുക്കുമ്പോൾ 5 പ്ലസ് ഓർ മൈനസ് 2 root 6 പ്ലസ് ഐ ഇൻറ്റു പ്യൂർലി ഇമാജിനറി നമ്പർ ആണ്. സോ അത് പോസിറ്റീവ് പ്യൂർലി ഇമാജിനറി നമ്പർ. സോ അത് പോസിറ്റീവ് ഐ ആക്സിസിൽ വരും. ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് π/2 ആയിരിക്കും. π/2 പ്ലസ് 2n/, where n belongs to z എന്ന് കിട്ടും. Then this is iz. Then z equal to ഇതിനെ 1/i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/i ഇൻറ്റു നേരത്തെ കിട്ടിയ ആൻസർ വരും. ദെൻ ഒന്നുകിൽ ഇവിടെ ആൻസർ നമുക്ക് എൻഡ് ചെയ്യാം,
അല്ലെങ്കിൽ ഈ 1/iനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 1/iനെ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, I കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ വി ഗെറ്റ് -i log 5 plus or minus 2√6 plus I into pi by 2 into pi by 2 plus 2n pi. Then ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ -i കൊണ്ട് ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ വി ഗെറ്റ് pi by 2 plus 2n pi minus I log 5 plus or minus 2√6 എന്ന് എഴുതാം. pi by 2 plus 2n pi നെ നമുക്ക് 4n plus 1 pi by 2 minus I log 5 plus or minus 2√6, where n belongs to z. These are the values of z. Sin z equal to 5 ആകുന്ന z ന്റെ values ഇതായിരിക്കും. Next we have 19th question. Suppose z0 is any constant complex number interior to any symbol close to contour C. Show that for a positive integer n, integral over C 1 by z minus z0 all raised to n dz equal to 2 pi I if n equal to 1, 0 if n not equal to 1. It's an important question. ഇത് ടെക്സ്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1 by z minus z0 all raised to n നെ നമുക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. കർവ് എനി സിമ്പിൾ ക്ലോസ്ഡ് കർവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് അനാലിറ്റിക് അല്ലാത്ത പോയിന്റ് ഡിനോമിനേറ്റർ 0 ആകുമ്പോൾ, ദാറ്റ് ഈസ് z ഈക്വൽ ടു z0 ആകുമ്പോൾ എഫ് ഓഫ് സെഡ് ഗിവൺ എഫ് ഓഫ് സെഡ് അനാലിറ്റിക് അല്ല. അപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ട് സി. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ കർവിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ z0 സെൻറ്റർ ആയിട്ട്, z0 ഈസ് എനി പോയിന്റ്, z0 സെൻറ്റർ ആയിട്ട് ഒരു സർക്കിൾ കൺസിഡർ ചെയ്യും. അതിന് C0 എന്ന് പേര് കൊടുത്തു വിത്ത് റേഡിയസ് r. ദോ C0 ഈക്വൽ ടു C0 സച്ച് ദാറ്റ് മോഡ് z മൈനസ് z0 ഈക്വൽ ടു r സച്ച് ദാറ്റ് അത് ഈ C0 കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻസൈഡ് C ആയിരിക്കണം. സോ ആ വിധത്തിലൊരു റേഡിയസ് കൺസിഡർ ചെയ്തു. ദെൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്ത്, സിക്കും C0നും ഇടയ്ക്കുള്ള ബൗണ്ടഡ് റീജിയനിൽ എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ്. അതുകൊണ്ട് പ്രിൻസിപ്പിൾ ഓഫ് ഡിഫോർമേഷൻ ഓഫ് പാത്ത് പ്രകാരം ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡും ഇന്റഗ്രൽ ഓവർ C0 എഫ് ഓഫ് സെഡ് ഡി സെഡും ഈക്വൽ ആയിരിക്കും. ദെൻ നമ്മൾ ഇന്റഗ്രൽ ഓവർ C0 ആണ് കാണുന്നത്. അപ്പോൾ അതിൽ നമുക്ക് C0ൻ്റെ ഇക്വേഷൻ അറിയാം. മോഡ് z മൈനസ് z0 ഈക്വൽ ടു r. സോ z minus z0 equal to r e raised to it, where t from 0 to pi, z equal to z0 plus r e raised to it. Then dz എന്ന് പറഞ്ഞാൽ r e raised to it into I dt. Then നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ ഓവർ C0 1 by z minus z0 all raised to n dz equal to സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. z minus z0ന് r e raised to it എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. r e raised to it. Then കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ്റെ ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ഇവിടെ എ ടു ബി എന്ന് പറഞ്ഞാൽ 0 to pi ആണ്. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 by r raised to n e raised to I n t r I e raised to it dt. Then I and r raised to n minus 1 are constant. Integral 0 to 2 pi e raised to I n minus 1 into t dt. So അവിടെ integrate ചെയ്യാം. We get I by r raised to n minus 1 into e raised to minus I into n minus 1 t divided by I into n minus 1. ഒരു മൈനസ് ഉണ്ടായിരിക്കും. e raised to minus I യുടെ പവർ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് 0 to 2 pi. ഇവിടെ ഈ ഡെഫിനിഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് n നോട്ട് ഈക്വൽ ടു 1 ആകുമ്പോഴാണ്. n ഈക്വൽ ടു 1 ആയാൽ ഡിനോമിനേറ്ററിൽ 0 വരും. സോ n നോട്ട് ഈക്വൽ ടു 1 ആകുമ്പോൾ ഈ ഇൻ്റഗ്രേഷൻ എക്സിസ്റ്റ് ചെയ്യും. ദെൻ n നോട്ട് ഈക്വൽ ടു 1 ആവുന്ന ഈ കേസിൽ നമ്മൾ ഫസ്റ്റ് 2 pi കൊടുത്തു, ദെൻ 0 കൊടുത്തു, ദെൻ വി ഗെറ്റ് e റൈസ് ടു 0 1 ആണ്. e റൈസ് ടു 2 pi യുടെ ഒരു മൾട്ടിപ്പിൾ ആണ് വരുന്നത്. സോ അതും 1 ആണ്. 1 മൈനസ് 1 0 കിട്ടും. സോ n നോട്ട് ഈക്വൽ ടു 1 ആകുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ C0 0 ആണ്. അതുകൊണ്ട് ഇൻ്റഗ്രൽ ഓവർ സിയും
0 കിട്ടും. അപ്പോൾ ഫസ്റ്റ് റിസൾട്ട് അങ്ങനെ കിട്ടും. ഇനി n ഈക്വൽ ടു 1 ആകുന്ന കേസിൽ നമ്മൾ ഈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഈ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് കൊടുക്കാം, n-ന് 1 എന്ന് കൊടുക്കുക. n-ന് 1 എന്ന് കൊടുത്താൽ 1/r⁻1 - 1, അതായത് 1/r⁻0 1 എന്ന് വരും. ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ e⁻−i × 1 - 1, അതായത് e⁻0 1. സോ വരുന്നത് വി ഗെറ്റ് n ഈക്വൽ ടു 1 ആകുന്ന കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ i × r⁻n - 1 1 ആയി മാറും. സോ i × 0 to 2π dt എന്ന് വരും. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2πi എന്ന് കിട്ടും. സോ വി ഗെറ്റ് ദ റിസൾട്ട് integral over c 1/z - z0 whole raised to n dz equal to integral over c0 1/z - z0 whole raised to n dz ആണ് by principle of deformation of path. That's equal to 2πi if n equal to 1, 0 if n not equal to 1. So that is the proof. 20th question. If p of z is a non-constant polynomial, then show that the equation p of z equal to 0 has at least one root. That is, this is fundamental theorem of algebra. Fundamental theorem of algebra statement ആണിത്. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്രയുടെ പ്രൂഫ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ പി ഓഫ് സെഡ് നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണെന്ന് തന്നിട്ടുണ്ട്. സോ വി ടേക്ക് പി ഓഫ് സെഡ് ഈക്വൽ ടു a0 + a1z + എക്സെട്ര പ്ലസ് an z raised to n where an not equal to 0 and n should be greater than or equal to 1. നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. ദെൻ പി ഓഫ് സെഡ് 0 ഉണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ കോൺട്രഡിക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. 0 ഇല്ല, ദാറ്റ് ഈസ് പി ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു 0 ഫോർ എവരി z എന്ന് നമ്മൾ എടുക്കും. സോ വി കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/p ഓഫ് സെഡ്. എഫ് ഓഫ് സെഡ് അനാലിറ്റിക് അല്ലാത്ത പോയിന്റ് പി ഓഫ് സെഡ് 0 ആകുമ്പോഴാണ്. സോ വി ടേക്ക് പി ഓഫ് സെഡ് നോൺ സീറോ ആണെന്നാണ്. സോ എഫ് ഓഫ് സെഡ് അനാലിറ്റിക് എവരിവേർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് എഫ് ഓഫ് സെഡ് ഈസ് എൻ എൻറ്റയർ ഫംഗ്ഷൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എഫ് ഓഫ് സെഡ് ബൗണ്ടഡ് ആണെന്നും കൂടെ പ്രൂവ് ചെയ്തിട്ട് ലിയോവിൽഡേസ് തിയറം അപ്ലൈ ആണ് ചെയ്യുന്നത്. സോ എഫ് ഓഫ് സെഡ് ബൗണ്ടഡ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഒരു ഡിസ്ക് എടുത്തിട്ടാണ്. മോഡ് സെഡ് ഈക്വൽ ടു r എന്നുള്ള ഡിസ്ക് എടുത്തിട്ട് ആ ഡിസ്കിന് പുറത്ത്, അതായത് മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ r ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഡിസ്കിൽ മോഡ് സെഡ് ഈക്വൽ ടു r പ്രൂവ് ചെയ്യണം. മോഡ് സെഡ് ലെസ് ദാൻ r പ്രൂവ് ചെയ്യണം. സോ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ നമ്മൾ പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് പി ഓഫ് സെഡ് നമ്മൾ എടുത്തു. ദെൻ എഫ് ഓഫ് സെഡ് 1/p ഓഫ് സെഡ് ആണ്. ഇറ്റ്സ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ. നൗ പി ഓഫ് സെഡിനെ നമ്മളൊന്ന് മാറ്റി എഴുതുക. അതായത് z raised to n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു ഓരോ ടേമിനെയും. സോ വി ഗെറ്റ് ലൈക്ക് ദിസ് z raised to n ഇൻറ്റു a0 പ്ലസ് a0 ബൈ z raised to n, a1 ബൈ z raised to n - 1 പ്ലസ് എക്സെട്ര പ്ലസ് an. ഇതിലെ ഈ an ഒഴികെയുള്ള ബാക്കി എല്ലാ ടേമിനും ഒന്നിച്ച് നമ്മൾ w എന്ന പേര് കൊടുക്കുന്നു. w ഈക്വൽ ടു a0 ബൈ z raised to n പ്ലസ് a1 ബൈ z raised to n - 1 പ്ലസ് എക്സെട്ര പ്ലസ് an - 1 z. So we can write p of z as p of z equal to some z raised to n into w plus an എന്ന് കിട്ടും. ദെൻ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് മോഡ് z ഗ്രേറ്റർ ദാൻ ആറിലാണ്. മോഡ് z ഗ്രേറ്റർ ദാൻ ആറിൽ നമ്മൾ പ്രൂവ് ചെയ്യണം. സോ ആ കേസിൽ വി ഹാവ് ആൻ ഇൻഇക്വാലിറ്റി, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ai ഡിവൈഡ് ബൈ z raised to n - i. ഇത് എന്ന് പറയുന്നത് ഈ ഡബ്ല്യൂലെ ഓരോ ടേമിൻ്റെയും ജനറൽ ഫോമാണ്. ai ഡിവൈഡ് ബൈ z raised to n - i വിച്ച് ഈസ് ലെസ് ദാൻ മോഡ് an ബൈ 2 ഇൻറ്റു n ആയിരിക്കും ഫോർ എവറി സെഡ് വിത്ത് മോഡ് z ഗ്രേറ്റർ ദാൻ r. മോഡ് z ഗ്രേറ്റർ ദാൻ ആറിലാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ ഡിസ്കിന് പുറത്ത് നമ്മൾ ഈ ഒരു ഇൻഇക്വാലിറ്റി ഉപയോഗിച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. ദെൻ മോഡ് w എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി ഉപയോഗിച്ച് ഓരോന്നിനെയും സ്പ്ലിറ്റ് ചെയ്യാം. ഓരോ ടേമിനും ലെസ് ദാൻ മോഡ് an ബൈ 2n എഴുതാം. n ടേംസ് ഉണ്ടാവും. സോ വി ഗെറ്റ് ലെസ് ദാൻ n ബൈ മോഡ് an ബൈ 2n. സോ വി ഗെറ്റ് ലെസ് ദാൻ മോഡ് an ബൈ 2. ദെൻ നമുക്ക് പി ഓഫ് സെഡിൻ്റെ മോഡുലസ് ആണ് കാണേണ്ടത്. ദെൻ മോഡുലസ് ഓഫ് an പ്ലസ് w കാണാം. അപ്പോൾ അത് ഉപയോഗിക്കുന്ന മോഡ് z1 പ്ലസ് z2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡ് z1 മൈനസ് മോഡ് z2 എന്നുള്ള റിസൾട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ വി ഗെറ്റ് ഈ റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് മോഡുലസ് ഓഫ് an പ്ലസ് w ഈസ് ഗ്രേറ്റർ ദാൻ
mod an by 2 എന്ന് കിട്ടും. Then modulus of p of z ൽ അപ്ലൈ ചെയ്യാം. Then we get it modulus of p of z is greater than r raised to n into mod an by 2 എന്ന് കിട്ടും. mod z raised to n നാണ് നമ്മൾ mod z equal to greater than r ആണ്. അപ്പോൾ mod z raised to n greater than r raised to n എന്ന് കിട്ടും. Then ഇനി നമുക്ക് വേണ്ടത് f of z ആണ്, അതായത് ഇതിന്റെ റെസിപ്രോക്കൽ p of z ന്റെ റെസിപ്രോക്കൽ. സോ modulus of f of z equal to 1 by p of z which is less than 2 by റെസിപ്രോക്കൽ വരും റൈറ്റ് സൈഡിലും. ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യും. 2 by mod an r raised to n. That is mod f of z is bounded for every mod z greater than r എന്ന് കിട്ടും. ഇനി mod z ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആറിൽ എഫ് ഓഫ് സെഡ് അനലിറ്റിക് ആണ് നമുക്കറിയാം, എവരിവെയർ അനലിറ്റിക് ആണ്. സോ അത് കണ്ടിന്യൂസ് ആണ്, ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ. mod z ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ ആ ഡിസ്കും അതിൻ്റെ ഇൻറ്റീരിയറും കൂടെ വരുന്ന ഡിസ്കും അതിൻ്റെ ബൗണ്ടറിയും കൂടെ വരുന്ന ക്ലോസ്ഡ് ഡിസ്ക് ആണ്. സോ അതൊരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ആണ്. എഫ് ഓഫ് സെഡ് അവിടെയുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. സോ it is bounded. f of z is bounded in mod z less than or equal to r. So mod z greater than r ലും mod z less than or equal to r ലും f of z bounded ആണ്. So f of z is bounded in entire complex plane. Also it is entire function. So every bounded entire function become a constant. f of z become a constant. It is by Liouville's theorem. So 1 by p of z is a constant. 1 is already a constant. So 1 by p of z is constant means p of z should be a constant. p of z should be a constant. p of z is a constant എന്ന് കിട്ടി. But we suppose that p of z is a non-constant polynomial. p of z ഒരു non-constant polynomial, degree n greater than or equal to 1 എന്നാണ് എടുത്തത്. So which is a contradiction. It is because of our wrong assumption, that is p of z not equal to 0 for every z എന്നാണ് assume ചെയ്തത്. That means there exists at least one z such that p of z equal to 0. That is the proof of fundamental theorem of algebra. Fundamental theorem of algebra അതുപോലെ അതിന് കൂടെയുള്ള മൊറേറാസ് തിയറം, ലിയോവില്ലേസ് തിയറം, കോഷീസ് എസ്റ്റിമേറ്റ്, ML ഇനീക്വാലിറ്റി, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. Then now next we have 21th question. Find the circle and radius of convergence of the power series sigma k equal to 1 to infinity minus 1 raised to k divided by k into 2 raised to k into z minus 1 minus I all raised to k. Radius of convergence കാണാനും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പവർ സീരീസിൻ്റെ ജനറൽ ഫോം ഇതായിരുന്നു. സിഗ്മ n ഈക്വൽ ടു 0 to infinity or 1 to infinity an z minus z not all raised to n ആണെങ്കിൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണാൻ നമ്മൾ ലിമിറ്റ് n tends to infinity മോഡ് an plus 1 divided by mod an, അല്ലെങ്കിൽ ലിമിറ്റ് n tends to infinity മോഡ് an raised to 1 by n. ഇത് L ആണെങ്കിൽ 1 by L ആണ് നമ്മുടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് വരിക, ഇതിൻ്റെ റെസിപ്രോക്കൽ. സോ ആദ്യം എ എൻ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ കെ ആണ് ഇൻഡെക്സ് ആയി തന്നുള്ളത്. സോ നമുക്ക് എ കെ എന്ന് എഴുതാം. എ കെ ഈക്വൽ ടു മൈനസ് 1 റൈസ് ടു കെ ഡിവൈഡ് ബൈ കെ ഇൻറ്റു 2 റൈസ് ടു കെ ആണ്. എ കെ ഈക്വൽ ടു മൈനസ് 1 റൈസ് ടു കെ divided by k into 2 raised to k. So ak plus 1 equal to minus 1 raised to k plus 1 divided by k plus 1 into 2 raised to k plus 1 എന്ന് കിട്ടും. ഇനി ഇവിടെ സെൻറ്റർ z നോട്ട് എന്ന് പറയുന്നത് z മൈനസ്, ഇത് നമുക്ക് z മൈനസ് ഓഫ് 1 പ്ലസ് ഐ എന്ന് എഴുതാം, ഓൾ റൈസ് ടു k. സോ 1 പ്ലസ് ഐ ആണ് z നോട്ട്, 1 പ്ലസ് ഐ, ദാറ്റ് ഈസ് ഇറ്റ് സെൻറ്റർ. ദെൻ നമ്മൾ ഈ റേഷ്യോ ടെസ്റ്റിൻ്റെ ഡെഫിനിഷനാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എ കെ പ്ലസ് 1 ഡിവൈഡ് ബൈ എ കെ, ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് മൈനസ് 1 റൈസ് ടു കെ പ്ലസ് 1 ഡിവൈഡ് ബൈ കെ പ്ലസ് 1 ഇൻറ്റു 2 റൈസ് ടു കെ പ്ലസ് 1 ഡിവൈഡ് ബൈ എന്ന് വരുമ്പോൾ അത് ഇൻറ്റു ആയി മാറും, ഇൻറ്റു കെ 2 റൈസ് ടു കെ ഡിവൈഡ് ബൈ minus 1 raised to k. So ഇവിടെ 2 raised to k plus 1 ഒരു
2 raised to k cancel ചെയ്തു പോകും. minus 1 raised to k plus 1 minus 1 raised to k അതൊക്കെ മോഡുലസ് എടുക്കുമ്പോൾ 1 ആയി മാറും. So we get limit k tends to infinity modulus of k into 2 raised to k divided by k plus 1 into 2 raised to k. 2 raised to ഒരു okay 2 raised to k നമ്മൾ cancel ചെയ്തു. So we get k by k plus 1 into 2. Okay. Then limit k tends to infinity. K plus 1, 2 are positive numbers. We can write k by, if k plus 1 k taken outside, we get 1 plus 1 by k into 2. That's equal to k and get cancelled. We get a limit to 1 by 1 plus 0 into 2, that is 1 by 2. So L equal to 1 by 2, then radius of convergence R equal to 1 by L ആണ്, that is 1 by 2. Sorry, L equal to 1 by 2, so the radius of convergence is 1 by L, so 1 by 1 by 2, that's equal to 2. Then circle of convergence, radius of convergence R ആണെങ്കിൽ circle of convergence mod z minus z not equal to R ആണ്, where z not is the center, that is 1 plus I. Modulus of z minus 1 plus I equal to 2, that is modulus of z minus 1 minus I equal to, this is the circle of convergence. ഈ സർക്കിളിനുള്ളിൽ ഇന്റീരിയറിൽ ഈ പവർ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. Now we have the 22nd question. Find the residue at each pole of the function f of z equal to cos z divided by z square into z minus pi whole cube. Here we have given f of z. So f of z is analytic except at the denominator. Z square into z minus pi whole cube equal to 0. That is z equal to 0 and z equal to pi. ഇതൊരു പോളിനോമിയൽ ആണ്. സോ അതിൻ്റെ പവർ തന്നെ ആയിരിക്കും അതിൻ്റെ ഓർഡർ. സോ ഡിനോമിനേറ്റർ 0 ആവുന്ന രണ്ട് സിംഗുലാരിറ്റി ഉണ്ട്. z equal to 0, പവർ 2 ആണ്. സോ ദിസ് ഈസ് z equal to 0 is എ പോൾ ഓഫ് ഓർഡർ 2. പോൾ ഓഫ് ഓർഡർ 2 ആണ്. z equal to pi, പവർ 3 ആണ്. z minus pi 3 തവണ വരുന്നുണ്ട്. സോ ദിസ് ഈസ് എ പോൾ ഓഫ് ഓർഡർ 3. സോ ആ രണ്ട് പോയിന്റിലെയും റെസിഡ്യൂ കാണണം. പോൾ ഓഫ് ഓർഡർ എന്നിൽ റെസിഡ്യൂ കാണാനുള്ള ഇക്വേഷൻ, റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് എ പോയിന്റ് സെഡ് നോട്ട്, വേർ സെഡ് നോട്ട് ഈസ് എ പോൾ ഓഫ് ഓർഡർ n ആണെങ്കിൽ 1 by n minus 1 factorial into limit z tends to z naught dn minus 1 divided by dz raised to n minus 1 into z minus z naught all raised to n into f of z ആണ് ഇക്വേഷൻ. സോ ഫസ്റ്റ് നമ്മൾ z equal to 0 റെസിഡ്യൂ കാണുന്നു. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് z equal to 0. 0 is a pole of order 2 ആണ്. സോ ഇവിടെ n equal to 2 ആണ് സീറോയുടെ കേസിൽ. ദാറ്റ്സ് ഈക്വൽ ടു 1 by 2 minus 1 factorial limit z tends to 0 d by dz of z raised to z square എന്ന് കിട്ടും. n 2 ആണ്. എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ cos z divided by z square into z minus pi whole cube. Z square and z square cancelled. Then cos z by z minus pi whole cube in the derivative ആണ്. So we get limit z tends to 0 d by dz of cos z divided by z minus pi whole cube. കണ്ടാൽ z minus pi whole cube into minus sin z minus cos z into 3 into z minus pi whole square divided by z minus pi whole raised to 6 എന്ന് കിട്ടും. ദെൻ സെഡിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം 0 ആയിട്ട് പോകും, സൈൻ 0. ദെൻ കോസ് 0 1. ദെൻ ഇവിടെ ഒരു മൈനസ് ഉണ്ടാവും. സോ വി ഗെറ്റ് 3 pi സ്ക്വയർ, ഹിയർ ഈസ് സ്ക്വയർ, സോ മൈനസ് ഉണ്ടാവും. മൈനസ് 3 pi സ്ക്വയർ divided by minus pi raised to 6, that is pi raised to 6, that is we get minus 3 by pi raised to 4. അതാണ് സീറോയിലെ റെസിഡ്യൂ. ഇനി നമുക്ക് കാണേണ്ടത് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു പൈ ആണ്. പൈ ഈസ് എ പോൾ ഓഫ് ഓർഡർ 3 ആണ്. ദാറ്റ് ഈസ് 1 by 3 minus 1 factorial limit z tends to pi
d square by dz square of z minus pi whole cube into cos z by z square into z minus pi whole cube. So, cos z by z square in the second derivative ആണ്. Let's we get 1 by 2 factorial into limit z tends to pi. Cos z by z square in the second derivative നമുക്ക് കിട്ടുന്നത് minus z raised to 4 cos z plus 6z square cos z divided by z raised to 6 ആണ്. ഇത് നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. രണ്ട് തവണ കോഷ്യൻ റൂൾ ഉപയോഗിച്ചിട്ട് ഡെറിവേറ്റീവ് ആണ്. Then we get 1 by 2 into ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് പൈ എന്ന് പറയുന്ന ലിമിറ്റാണ് കൊടുക്കേണ്ടത്. പൈ കൊടുത്തു കഴിഞ്ഞാൽ we get 1 by 2 into pi raised to 4 minus 6 pi square divided by pi raised to 6 എന്ന് കിട്ടും. That's equal to 1 by 2 into pi square taken outside, we get pi square minus 6 divided by pi raised to 6. That's equal to pi square minus 6 divided by 2 pi raised to 4. That is the residue of f of z at z equal to pi. Then next we have the 23rd question, that is use Cauchy residue theorem to evaluate integral over c z plus 1 divided by z square into z minus 2i dz, where c is the circle mod z minus 2i equal to 4 in the counterclockwise direction. ഇപ്പോൾ സർക്കിൾ തന്നിട്ടുണ്ട്, ഇൻ്റഗ്രേഷൻ ആണ് ചെയ്യാനുള്ളത് റെസിഡ്യൂ തിയറം ഉപയോഗിച്ചിട്ട്. റെസിഡ്യൂ തിയറം ഉപയോഗിച്ച് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സിംഗുലാരിറ്റീസ്. ഏതൊക്കെ സിംഗുലാരിറ്റീസ് ആണോ നമുക്ക് തന്ന ആ സിയിൽ ഏത് കർവിലാണോ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ആ കർവിനുള്ളിലുള്ള ഓരോ സിംഗുലാരിറ്റിയിലെയും റെസിഡ്യൂ കാണാം, ആഡ് ചെയ്യുക, ദെൻ 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സിംഗുലാരിറ്റീസ് കർവിനുള്ളിൽ തന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കർവിനുള്ളിലുള്ള സിംഗുലാരിറ്റീസിൽ റെസിഡ്യൂ മാത്രം കണ്ടാൽ മതി, അത് മാത്രം ആഡ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് നമ്മൾ എഫ് ഓഫ് സെഡിൻ്റെ, അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ്റെ സിംഗുലാരിറ്റീസ് കാണണം. സോ ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് z പ്ലസ് 1 ഡിവൈഡ് ബൈ z സ്ക്വയർ ഇൻറ്റു z മൈനസ് 2i ആണ്. സർക്കിള് മോഡ് z മൈനസ് 2i ഈക്വൽ ടു 4 ആണ്. ഇപ്പോൾ ഇവിടെ അനാലിറ്റിക് അല്ലാത്ത പോയിന്റ്സ് ഡിനോമിനേറ്റർ 0 ആവുന്ന z ഈക്വൽ ടു 0യും z ഈക്വൽ ടു 2i ആണ്. ഇനി ഈ രണ്ട് പോയിന്റ്സും സർക്കിളിനുള്ളിലാണോ പുറത്താണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ മോഡുലസ് കണ്ടാൽ മതി. മോഡുലസ് ഓഫ് z മൈനസ് 2i ഈക്വൽ ടു 4 ആണെങ്കിൽ സർക്കിളിലായിരിക്കും, ലെസ് ദാൻ 4 ആണെങ്കിൽ സർക്കിളിനുള്ളിൽ, ഗ്രേറ്റർ ദാൻ 4 ആണെങ്കിൽ സർക്കിളിന് പുറത്ത്. അപ്പോൾ z 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 മൈനസ് 2i എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് മൈനസ് 2i ദാറ്റ്സ് ഈക്വൽ ടു 2 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 4. ആൻഡ് 2i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2i മൈനസ് 2i ദാറ്റ് ഈസ് മോഡ് 0 ദാറ്റ് 0 വിച്ച് ഈസ് ലെസ് ദാൻ 4. അതായത് 2i എന്ന് പറയുന്നത് ഇവിടെ മോഡ് z മൈനസ് 2i ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ 2i സെൻറ്ററും അതുപോലെ 2i സെൻറ്ററും 4 റേഡിയസും ആയിട്ടുള്ള ഒരു സർക്കിളാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ 2i സെൻറ്ററും 4 റേഡിയസും ആയിട്ടുള്ള സർക്കിൾ എന്ന് പറഞ്ഞാൽ 2i എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 സെൻറ്ററും 4 റേഡിയസും ആയിട്ടുള്ള സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത്, ഇവിടെ i വരും, ദെൻ 0 വരും, 1 വരും, 2 വരും. സോ ഒന്ന് 0 ആണ് നമുക്ക് കിട്ടിയ സിംഗുലാരിറ്റി, മറ്റൊന്ന് 2i. രണ്ടും സർക്കിളിനുള്ളിലാണ് വരിക. 0 സർക്കിളിനുള്ളിലാണ്, അതുപോലെ 2i സെൻറ്റർ തന്നെയാണ് വരുന്നത്, സർക്കിളിനുള്ളിലാണ്. സോ രണ്ട് പോയിന്റും സർക്കിളിനുള്ളിലാണ്, അതുകൊണ്ട് രണ്ട് പോയിന്റിലെയും റെസിഡ്യൂ കാണണം, ദെൻ സം ചെയ്യണം. ദെൻ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് z ഈക്വൽ ടു 0. z ഈക്വൽ ടു 0 ഇവിടെ പോൾ ഓഫ് ഓർഡർ 2 ആണ്, 2i പോൾ ഓഫ് ഓർഡർ 1ഉം സിമ്പിൾ പോളും ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1 by 2 minus 1 factorial ലിമിറ്റ് z tends to 0 d by dz of z square into z plus 1 divided by z square into z minus 2i. Z square and z square cancelled.
then z plus 1 by z minus 2i യുടെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം. ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ലിമിറ്റ് z ടെൻസ് ടു 0 z minus 2i minus z plus 1 divided by z minus 2i whole square എന്ന് കിട്ടും. then z 0 എന്നുള്ള ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ minus 2i minus 1 divided by minus 2i whole square, that is minus 4 എന്ന് കിട്ടും. then we get 2i plus 1 divided by 4, 2i plus 1 divided by 4 എന്ന് കിട്ടും. then നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു 2iയിലാണ്. അത് പോൾ ഓഫ് ഓർഡർ 1 ആണ്, സിമ്പിൾ പോൾ ആണ്. സോ ലിമിറ്റ് z ടെൻസ് ടു 2i z മൈനസ് 2i ഇൻറ്റു എഫ് ഓഫ് സെഡ് ആണ്. ദാറ്റ് ഈസ് z പ്ലസ് 1 ഡിവൈഡ് ബൈ z സ്ക്വയർ ഇൻറ്റു z മൈനസ് 2i. സോ ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 2i പ്ലസ് 1 ഡിവൈഡ് ബൈ 2i ഹോൾ സ്ക്വയർ, that is 2i plus 1 divided by minus 4, that is minus of 2i plus 1 divided by 4. Any integral over c z plus 1 divided by z square into z minus 2i dz equal to 2 pi I into sum of residues. ആദ്യത്തേത് കിട്ടിയത് 2i plus 1 divided by 4 ആണ്. രണ്ടാമത്തേത് നമുക്ക് കിട്ടുന്നത് minus 2i plus 1 minus 4 and that is minus 2i plus 1 divided by 4. So we get 2 pi I into 0, that is 0. So the integral is 0 എന്ന് കിട്ടും. So these are the questions in section D. Thank you.